ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. ആൻഡ് ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കാര്യം ഇന്നത്തെ റീഡിങ്. ഇന്ന് ഞാൻ നെക്സ്റ്റ് 7 ഡേയ്സിൻ്റെ റീഡിങ് എടുക്കാം. അടുത്ത 7 ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ജനറൽ ഗൈഡൻസ് ആയിട്ട്. ആക്ച്വലി ഞാനിന്ന് കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ജനറൽ ഗൈഡൻസ് ആയിട്ട്, പ്ലസ് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള ചില കാര്യം, അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്. സോ ആ രീതിക്ക് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഓരോ കാര്യത്തിൻ്റെയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം ജനറൽ എടുക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് എന്താ വരുന്നത് നോക്കാം. കരിയറിൻ്റെയും കാര്യങ്ങളൊന്നും നോക്കാം. ഓക്കെ, ആൻഡ് ഹെൽത്തിന് വേണ്ടി കൂടി പറയാൻ ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ് സി നിങ്ങളുടെ ജനറൽ ആയിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആദ്യം യൂണിവേഴ്സ് എന്താ തരുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ്, ബാലൻസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, ക്വീൻ ഓഫ് എയർ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, നിങ്ങളോട് പറയുന്നത് എടുത്ത് ചാടി നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കുക എന്നാണ്. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങൾ ശാന്തതയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ് പറയുന്നത്. എടുത്ത് ചാടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ വളരെ കെയർഫുൾ ആവുക. എന്താ പറയുക, ഒരു ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക, ക്ഷമയോടെ, ബാലൻസോടെ. ആൻഡ് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. കുറച്ച് ഇമോഷണൽ വേണം. ഓക്കെ, ഇമോഷണലും വേണം, പ്രാക്ടിക്കലും വേണം എപ്പോഴും. അതായത് ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇമോഷണലി ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അതും തെറ്റിപ്പോവും. ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാലും അത് നിങ്ങൾക്ക് അവസാനം സമാധാനം ഉണ്ടാവില്ല. സോ എപ്പോഴും ഒരു ബാലൻസ് വെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിൽ. ഒരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അതിനെ മാക്സിമം 2 വശം കൂടി നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഇമോഷൻസ് മാറ്റി വെച്ച് കുറച്ച് പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് പ്രാക്ടിക്കലായിട്ടുള്ളത് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങളോട് വളരെയധികം സെൽഫ് കൺട്രോൾ വെക്കാൻ പറയുന്നുണ്ട്, ബാലൻസ് വെക്കാൻ പറയുന്നുണ്ട്, ഇമോഷണൽ ആവരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും സൈനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. എന്തെങ്കിലും പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി നല്ലോണം ശ്രദ്ധിച്ച് വായിച്ച് മാത്രം സൈൻ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഒരു വാർണിംഗ് ഉണ്ട് കുറച്ച് പേർക്ക്. എന്ത് കാര്യവും നിങ്ങൾ എടുത്ത് ചാടി തീരുമാനം എടുക്കരുത്. നല്ലോണം ആലോചിച്ച് ശാന്തതയോടെ കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ലേഡീസ് ആണെന്ന് മാത്രമല്ല കേട്ടോ പറയുന്നത്, ജെൻസ് ആയാലും ആരായാലും. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ഇവിടെ ഒരു ഓവർ ഇമോഷണലാണ്. നിങ്ങൾ ഐ തിങ്ക് വളരെ ഇമോഷണൽ വ്യക്തികളാണ്. നിങ്ങൾ വളരെയധികം ഗിവിങ് വ്യക്തികളാണ്. അങ്ങോട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും. അവിടെ ഇമോഷൻസ് നിങ്ങളെ കൂടുതലായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ നിങ്ങളെ ഒരു മുതലെടുക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ ആൾക്കാർ ചീറ്റ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ കുറച്ചൊന്ന് കെയർഫുൾ ആവുക, കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൂടി ആവാൻ ശ്രമിക്കുക. ആൻഡ് എന്ത് കാര്യം ഐ തിങ്ക് നിങ്ങളൊന്ന് സ്ട്രോങ് ആവേണ്ട സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ മാത്രമല്ല ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നല്ല ക്ഷമയോടെ ശാന്തതയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നാണ്. ഓക്കെ, നല്ലതാണ് വരുന്നത്. ഇത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, നിങ്ങളോട് എവിടെ ബൗണ്ടറി ഒക്കെ വയ്ക്കാൻ പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ബൗണ്ടറി വെക്കേണ്ടതുണ്ട്. എവിടെ എത്രത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ ആരുമായിട്ടാണ് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങളൊരു ബൗണ്ടറി വെച്ച് നിൽക്കാൻ പഠിക്കണം. ഓക്കെ, നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കാനുണ്ട്. നല്ലോണം ആലോചിച്ച് നിങ്ങളെ കൂടി കെയർ ചെയ്യുക എന്നൊരു കാര്യം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ മാത്രം കെയർ ചെയ്താൽ പോരെ, നിങ്ങളെ കൂടി കെയർ ചെയ്യും വേണം. ആൻഡ് ഇവിടെ ആക്ച്വലി ചില കാര്യങ്ങൾ മുന്നോട്ട് ഫാസ്റ്റായിട്ട് നടക്കുന്ന രീതിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അപ്പോഴും നിങ്ങളൊന്ന് കെയർഫുൾ ആവുക. സ്പീഡ് കാര്യങ്ങൾ നടക്കും സ്പീഡിൽ, പക്ഷെ അതിലും നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ബാലൻസിൽ വെക്കും വേണം. ഓക്കെ, അതിപ്പോൾ ഏത് കാര്യമാവാം നിങ്ങളുടെ ലൈഫിൽ, എന്ത് സിറ്റുവേഷനിലായാലും. ഇത് ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. അല്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വരുന്ന രീതിക്കുമായിരിക്കും. ഓക്കെ, സോ എല്ലാ തരത്തിലും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് ജനറലായിട്ട്. ഇവിടെ നിങ്ങൾ ഐ തിങ്ക് അതിനെക്കുറിച്ച് ഓർത്ത് കുറച്ച് ടെൻഷൻ ആവുന്ന രീതിയിലുണ്ട്. നിങ്ങൾ ഓവർ സ്ട്രെസ് ആവുന്നുണ്ട്. എന്ത് വേണം എന്ത് ചെയ്യണം എന്ന രീതിക്ക് ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ മേ ബി ആ ഒരു കൺഫ്യൂഷനിൽ പക്ഷെ നിങ്ങൾ അഗൈൻ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകരുത്. സോ വളരെ ആദ്യം മനസ്സ് ശാന്തമാവുന്ന കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും ഇവിടെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ഐ തിങ്ക് അറിയാതെ കുറച്ച് സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്.
ഓക്കെ, നല്ല പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, നല്ല ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലിയുടെ ഓഫർ ആയിരിക്കാം, എന്ത് കാര്യത്തിലായാലും ഓക്കെ നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഓക്കെ, പക്ഷെ അതിൽ നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ ശാന്തമായിട്ടും ഒരു സ്ട്രെസ് മാറ്റി വയ്ക്കൂ. ഓക്കെ, ഓവർ തിങ്കിങ് പോയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ് പോയാൽ എന്താണെന്ന് വെച്ചാൽ മനസ്സ് കൺഫ്യൂസ്ഡ് ആയി പോകും. നിങ്ങൾ എന്താ തീരുമാനം എടുക്കുന്നത് നിങ്ങൾക്കൊരു അഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ചിലപ്പോൾ ആക്ഷൻ എടുത്തു പോകും. സോ ഈ ഓവർ തിങ്കിങ് ഒന്ന് നിർത്തുക. ഓക്കെ, ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ജീവിക്കുക, ആൻഡ് എന്താണ് വേണ്ടത് എന്ന് വളരെയധികം ശാന്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് എല്ലാ വശങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, സോ അതാണ് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിങ്ങിൻ്റെ. ഞാൻ അഡ്വൈസസ് ലാസ്റ്റിൽ ഒന്നിച്ചെടുക്കാം. ഓക്കെ, കരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാം. കരിയറിൻ്റെ കാര്യത്തിൽ എന്താ ആക്ച്വലി ചെയ്യുന്നു, മിക്സ് ചെയ്തേക്കാം, എല്ലാ കാർഡും ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ കരിയറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഗൈഡൻസ് കൂടി ചോദിക്കാം യൂണിവേഴ്സിനോട്. കരിയറിൻ്റെ കാര്യം, ജോലി നോക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടുമോ എന്നുള്ളതും നോക്കാം. ജോലിയിലുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷനും നോക്കാം. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് ഏസ് ഓഫ് പെന്റിക്കിൾസ് കണ്ടിരുന്നു ഞാൻ, ജോലി കിട്ടുന്ന രീതി. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുമോ എന്നാദ്യം നോക്കാം. 4 of Cups, 3 of Cups and ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ലക്ക് വരുന്നതായിട്ട്, നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളോട് ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഐ തിങ്ക് ഒരു ഓഫർ വന്ന് കാണാം. ഓക്കെ, ബട്ട് മേ ബി നിങ്ങൾക്ക് താല്പര്യം ഉള്ളതായിരിക്കില്ല ചിലപ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും ആഗ്രഹമുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തെറ്റ് ആഗ്രഹിച്ചത് ഇതല്ല എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ ഓക്കെ, വേറെ ഏതെങ്കിലും വരുന്നതാണോ പുതിയതോ വേറെ? ലെറ്റ്സ് സീ. ഇല്ല, ഇത് ആക്ച്വലി നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിലും അതെവിടെയോ നിങ്ങൾക്ക് നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മേ ബി അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തെങ്കിലും ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിൽ മുന്നോട്ട് ഇവിടെ എനിക്ക് സന്തോഷങ്ങൾ കാണുന്നുണ്ട്. സമയം നിങ്ങളുടെ ഭാഗത്താണെന്നുള്ളത് കാണുന്നുണ്ട്. ലക്ക് നിങ്ങളുടെ ഭാഗത്താണെന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ലത് വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല കിട്ടിയത് എന്നുണ്ടെങ്കിലും ഓക്കെ, അതിനെ വിട്ട് കളയാതിരിക്കാം. ഓക്കെ, എന്ത് കിട്ടിയാലും ഇപ്പോൾ തൽക്കാലം എടുത്ത് സ്റ്റാർട്ട് ചെയ്യൂ. നമ്മളെല്ലാവരും കരുതുന്ന ഒരു ജോലി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ വേറെ ഓപ്പർച്യൂണിറ്റി വന്ന അപ്പോൾ ഇത് വിട്ടിട്ട് പോവാം. ഓക്കെ, ആരും നിങ്ങളെ തടയില്ല. ഓക്കെ, മേ ബി വല്ല കോൺട്രാക്ട് എഴുതി വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, അത് മാത്രം. അല്ലാത്ത ഏത് ജോലിയായാലും നിങ്ങൾക്ക് വേറെ ഇതിനേക്കാൾ നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വിട്ടു പോവാം. ഓക്കെ, അവിടെ ഈ ഒരു കാര്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതവിടെ എന്താ പറയുക കല്ലിൽ കുത്തിവെച്ച പോലെയാണെന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല ഒരിക്കലും, അത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും മാറ്റങ്ങൾ വരാനുള്ള സമയമുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, ഇപ്പോൾ കിട്ടിയതിനെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യൂ എന്ന രീതിക്കാണ്. ആക്ച്വലി നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. ഇവിടെ മേ ബി നിങ്ങൾ ഇപ്പോൾ ഓഫർ കിട്ടിയത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല. അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം നിങ്ങളുടെ മനസ്സിൽ. ബട്ട് ഇവിടെ സന്തോഷങ്ങൾ കാണുന്നുണ്ട്, സെലിബ്രേഷൻ കാണുന്നുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ലക്ക് നിങ്ങളുടെ ഭാഗത്താണെന്നുണ്ട്. പിന്നെ ഇവിടെ എന്തിനാണ് ഈ ഡിസാറ്റിസ്ഫാക്ഷൻ? അതാണ് ഞാൻ നോക്കുന്നത്. വൈ ദിസ് ഡിസാറ്റിസ്ഫാക്ഷൻ? ഓക്കെ, മേ ബി ഒരു മാറ്റത്തിൻ്റെ സങ്കടമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ യെസ് ഓക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി മാറേണ്ടി വരിക, ജോലി വിട്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കില്ല കിട്ടിയത്, അതൊരു കാര്യം. ഓക്കെ, ഓർ മേ ബി ഒരു ജോലി വിട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം നിങ്ങൾ. ബട്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ, നിങ്ങൾ മുന്നോട്ട് നോക്കാനാണ് പറയുന്നത്, പിന്നിലേക്ക് നോക്കണ്ട. ഓക്കെ, പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. വിഷമങ്ങൾ അല്ലെങ്കിൽ വിട്ട് മാറി പോകണം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത് കൂടുതൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചല്ല കിട്ടിയേ എന്നുണ്ടെങ്കിലും എവിടെയോ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് മുന്നോട്ട് ആക്ച്വലി ഗ്രോത്തിൻ്റെ ഒരു സമയമാണ് എന്നാണ്. ഓക്കെ, ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ നല്ലതാണ്, ബ്രൈറ്റ് ആണ്. എപ്പോഴും അഗൈൻ 3 വന്നിട്ടുണ്ട്. എക്സ്പാൻഷൻ്റെ കാര്യം കാണുന്നുണ്ട്, ഗ്രോത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണ്ടി വരുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിനി വിഷമിച്ചിരിക്കരുത് എന്നാണ്. ലുക്ക് ടു ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ലുക്ക് ഫോർവേഡ്, നിങ്ങൾക്ക് വേണ്ടി വേറെ നല്ലത് വെയിറ്റ് ചെയ്യുന്നു, നല്ലത് കാത്തിരിക്കുന്നു. ഓക്കെ, നല്ല കാര്യങ്ങളാണ് മുന്നോട്ട് കാണുന്നത്. സോ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടതല്ല കിട്ടിയത് എന്ന് ഓർത്തിട്ടും സങ്കടപ്പെട്ടിരിക്കരുത്. എന്തും ശ്രമിക്കാൻ തയ്യാറാവാം. ഓക്കെ, നിങ്ങൾക്ക് പ്ലാനിങ്ങോടെ മുന്നോട്ട്
മുന്നോട്ട് പോയാൽ ആക്ച്വലി ഫ്യൂച്ചർ വളരെ നല്ലതാണ് കാണുന്നത്. സോ ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ ആണല്ലേ, നമ്മളെ ഇരുന്ന ഒരേ സ്ഥലത്ത് മേ ബി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ടു പോകാനുള്ള ഒരു മടിയായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ആഗ്രഹിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കാം. സോ ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് നിങ്ങൾക്ക്, ആൻഡ് അത് നിങ്ങൾക്ക് നല്ലതാണ് കൊണ്ടുവരുന്നത്. സോ ഡോണ്ട് വറി, മൂവ് ഫോർവേഡ്, കോൺഫിഡൻസോടെ മുന്നോട്ട് പോകൂ. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു വിഷമം, ആ കാര്യങ്ങളൊന്ന് മനസ്സൊന്ന് മാറ്റിയെടുക്കുക. സന്തോഷങ്ങൾ മുന്നോട്ടുണ്ട് എന്ന യൂണിവേഴ്സ് ഒരു അഷുറൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ജോലിയുടെ കാര്യത്തിൽ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലാത്തവർക്ക് ഉള്ളതിൽ തന്നെ നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്ന രീതിക്കുമാണ് കണ്ടത്. ഓക്കെ, സോ 2 തരത്തിലും. ആൻഡ് ഇവിടെ ജസ്റ്റ് ഒരു ഹെൽത്തിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി എടുത്തേക്കാം ഞാൻ. ഐ ഡോണ്ട് നോ. ഓക്കെ, വേൾഡ് കാർഡ്. ഓക്കെ, ഹെൽത്ത് വൈസ് ഐ തിങ്ക് നിങ്ങൾ കുറച്ച് ലോ ആയിട്ടൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സ്ട്രെസ്സിൻ്റെ ആണ്, മെയിനായിട്ട് സ്ട്രെസ്സിൻ്റെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക്. ഓവർ തിങ്കിങ് സ്ട്രെസ് എന്നുള്ള രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് കുറച്ചൊക്കെ. എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്ത് ഒന്ന് റിക്കവർ ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട്. യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യാനായിരിക്കാം. ബട്ട് എന്തായാലും ഓക്കെ, ഇവിടെ എനിക്ക് ഓവറോൾ എനിക്കൊരു സക്സസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്ട്രെസ് എന്നൊക്കെ നിങ്ങൾ പുറത്ത് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. കുറച്ചുകൂടി വീണ്ടും നിങ്ങളുടെ എനർജി വീണ്ടെടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഇടയിൽ കുറച്ചായിട്ട് നിങ്ങൾക്കൊരു ഡൗൺ ആയിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഐ തിങ്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ മനസ്സിൽ എന്തൊക്കെയോ നിങ്ങൾക്കൊരു വിഷമോ സ്ട്രെസ്സോ കാണുന്നുണ്ട്. അഗൈൻ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബട്ട് എന്നാലും ഐ തിങ്ക് നിങ്ങൾക്കൊരു ബെറ്റർ മൈൻഡിൽ ഒരു ബെറ്റർമെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. അഗൈൻ സെയിം കാർഡ്സ്. ഓക്കെ, ഓക്കെ, സി ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഓവറോൾ പറയാം ഞാൻ. ഹെൽത്ത് എന്ന രീതിക്ക് മാത്രമല്ല, ആക്ച്വലി ഹെൽത്തിലും നല്ല തന്നെയാണ്. ഇവിടെ ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഐ തിങ്ക് ജനറലായിട്ട് തന്നെ ഇതിനെ പറയാം. എന്നിട്ട് ഇവിടെ നിങ്ങളോട് ലൈഫിൽ സി നിങ്ങൾക്ക് എങ്ങനെയാണിപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അവിടെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമമായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഫോളോ യുവർ ഡ്രീംസ് എന്നാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന രീതിയിലാണ് മുന്നോട്ട് കാണുന്നത്. ഇത് രണ്ടും ഡ്രീം കാർഡാണ്, ഇത് ഡ്രീമിൻ്റെ ആണ്, ഇത് വിഷിൻ്റെ കാർഡാണ്. ഓക്കെ, സോ രണ്ടും പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും, നല്ല രീതിയിൽ നടക്കും. ഡോണ്ട് വറി. ഓക്കെ, സ്ട്രെസ് വേണ്ട എന്നാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ചില കാര്യങ്ങൾ ഓർത്തോർത്ത് മേ ബി ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷമില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ഫോളോ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കായിരിക്കാം. അത് മാത്രമല്ല ഇവിടെ എനിക്ക് 10 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. സോ ഓവറോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ആണ് എനിക്ക് കാണുന്നത്. ഓവറോൾ ഏത് കാര്യത്തിലായാലും ശരി, ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലിയിലായാലും ഒക്കെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് എന്ന രീതി കാണുന്നുണ്ട്, സക്സസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇത് പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷൻ ആയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ, എനിക്ക് എന്തെങ്കിലും ഇല്ലാതെ ആവുമോ എന്ന രീതിയിലുള്ള ചിന്തകളായിരിക്കാം. സോ എന്ത് തന്നെയായാലും ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിച്ചെല്ലാം യൂണിവേഴ്സ് തരുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സക്സസ് വരുന്നു എന്ന് തന്നെയാണ് കിട്ടുന്നത്. സോ ഈ നെക്സ്റ്റ് 7 days നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ തരത്തിലും. ചില നമ്മൾ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല, ബട്ട് എല്ലാത്തിലും നിങ്ങൾക്ക് നല്ലത് എന്തോ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് നമുക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കാം. കറേജ്, സെലിബ്രേഷൻ, നേരത്തെ വന്ന 3 ഓഫ് കപ്സിൻ്റെ സെലിബ്രേഷൻ്റെ ഒരു കാർഡ് ഉണ്ടാകും, അത് തന്നെയാണ് വീണ്ടും വന്ന് ടവർ കാർഡ്. ഓക്കെ, സിമിലർ എനർജി, ട്രസ്റ്റ്. ഓക്കെ, ഗുഡ്. ഗിൽട്ട്, സ്ട്രെസ്, നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇന്നസെൻസ്, വിഷസ്. ഓക്കെ അല്ലേ, ടേണിങ് ഇൻ,
ഫ്രണ്ട്ലിനെസ് ഇത് നമ്മുടെ 2 of Cups എനർജി ആയിട്ട് എടുക്കാം. കംപ്ലീഷൻ, യെസ്, വേൾഡ് കാർഡിൻ്റെ കംപ്ലീഷൻ, സക്സസ്, ഓക്കെ, എല്ലാം വളരെ സിമിലർ കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ധൈര്യം വെച്ച് മുന്നോട്ട് പോകാനാണ്. ഓക്കെ, ഐ തിങ്ക് എവിടെയോ നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ പാസ്റ്റിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ചില നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് കോൺഫിഡൻസ് ഇല്ലാതെയാവും അല്ലേ. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന കറേജ് വീണ്ടും കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ പാറയുടെ ഇടയിലാണ് ഈ ചെടി വളരുന്നത് അല്ലേ. സോ എന്തിൻ്റെ ഒരു വിത്തിന് വളരാൻ നമ്മൾ അറിയാലോ, നിങ്ങൾക്ക് ഞാൻ കോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ധൈര്യം കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ, സെലിബ്രേഷൻസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഓൾറെഡി ഞാൻ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്, അവിടെ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാത്തത്. സെയിം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ കാണുന്നുണ്ട്, എല്ലാ സെലിബ്രേഷൻസ് ഉണ്ട്, ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെലിബ്രേഷൻ എന്ന രീതിക്കുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ യെസ് എൻഡ് ചെയ്ത് പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ബട്ട് അത് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, നിങ്ങളെ വേറെ ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് യൂണിവേഴ്സ്. അതിനുവേണ്ടി ചിലത് മാറേണ്ടി വരും, ചിലത് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രെസ് ഉണ്ടാക്കും, ശരിയാണ്. ബട്ട് യൂണിവേഴ്സിൻ്റെ മേലെ ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, ഒരു ഫുൾ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൻ്റെ മുമ്പിൽ. ഓക്കെ, എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ നല്ലതിനായിരിക്കും എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഫുൾ ട്രസ്റ്റ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ആൻഡ് ഇവിടെ ഗിൽട്ട് അഗൈൻ, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നു എന്നൊക്കെ ആലോചിച്ചിട്ടൊന്നും നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട. ഓക്കെ, ഐ തിങ്ക് എന്തെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി മുന്നോട്ട് അത് വരരുത്, അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. അല്ലാതെ ആ ഗിൽട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ ഒരു മെൻ്റൽ സ്ട്രെസ്സിലിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഓവർ തിങ്കിങ്ങിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ വിട്ട് കളയൂ എന്നാണ്. എൻ്റെ ഇവിടെ ഇന്നസെൻസ് കാണുന്നുണ്ട്. എനിക്കിവിടെ അഗൈൻ ഇത് ഫീൽ ചെയ്ത് നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ആഗ്രഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ എവിടെയോ നിങ്ങളുടെ വിഷസ്, ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടായിരുന്നു, വിഷസ് ഉണ്ടായിരുന്നു, അതെല്ലാം നടക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ടേണിങ് ഇൻ എന്ന് പറയുന്നത് ഇത് മാത്രം ഒരു കാര്യം ഞാൻ അതായത് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് നോക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവ് എന്താണ്, ആൻഡ് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ വാല്യൂ തീരുമാനിക്കുന്നത്. ഇവിടെ ചുറ്റും കുറേ ഇതുണ്ട്. ഓക്കെ, സോ മേ ബി മറ്റുള്ളവർ ഓരോരുത്തരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവാം, നിങ്ങളോട് പറയുന്നുണ്ടാവാം നിങ്ങൾക്ക് കഴിവില്ലാതെ പറയുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. ബട്ട് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയൂ. ഓക്കെ, ബാക്കി പുറമെ എന്താണെന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് തിരിയുക, അവനവനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രണ്ട്ലിനെസ് കാണുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുള്ള രീതിയിലാണ്. ഈവൻ ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമാണ് കാണുന്നത്. സോ യെസ്, ഒരു പേഴ്സൺ ആരെങ്കിലും നിങ്ങളെ ഒരാളെന്നല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കംപ്ലീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. വേൾഡ് കാർഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സോ കംപ്ലീഷൻ, സക്സസ് എന്ന രീതിക്കാണ്. സോ എല്ലാം നല്ലതാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ യെസ് തീർച്ചയായിട്ടും ചില നെഗറ്റിവിറ്റി ഉണ്ടാവും, ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് അതെല്ലാം നിങ്ങളെ നല്ലതിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ യൂണിവേഴ്സിൻ്റെ മേലെ നല്ലോണം ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, ആൻഡ് കീപ് ഗോയിങ്. ഓക്കെ, കീപ് ഗോയിങ്. നിങ്ങളുടെ ധൈര്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.